നമ്മൾ ഈ പ്രണവവേദം പഠിക്കുന്നത് ഇപ്പം നമ്മൾ ഈ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഉൾക്കൊണ്ട് ജീവിക്കാൻ കൂടെ വേണ്ടിയിട്ടാണല്ലോ. തീർച്ചയായിട്ടും. അപ്പം അതെങ്ങനെയാണ് ഇതിലോട്ട് അപ്ലൈ ചെയ്യാന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. അത് ഒരുപാട് ഇങ്ങോട്ട് വരണം. അപ്പോൾ നമ്മൾ ആയുർവേദത്തിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഉള്ള സുഖമായി എനിക്കൊന്നും ആ സുഖമായിരിക്കാം നേരത്തെ ഗുരുജി പറഞ്ഞത് നമുക്ക് പിന്നെ വേറെ ഒന്നും വേണ്ടാന്ന്. അതായത് നമ്മുടെ ഉള്ളിലെ എനർജിയും ഇതുമായിട്ട് കണക്റ്റ് ആവുമായിരിക്കും. അപ്പോൾ നമുക്ക് ചെയ്യുന്നതിൻ്റെ നന്മയും തിന്മയും എല്ലാം അറിയാൻ പറ്റും. ഇപ്പോൾ എല്ലാവരും പറയുന്നില്ല കർമ്മയാണ് കാരണമെന്ന്. കർമ്മം മാത്രമല്ല, കർമ്മം എങ്ങനെ തെറ്റും എന്ന് ചോദിച്ചാൽ മനസ്സിൻ്റെ ഇച്ഛ കൊണ്ടാണ് കർമ്മം തെറ്റുന്നത്. മനസ്സിൻ്റെ ഇച്ഛ കൊണ്ടാണ് കർമ്മം തെറ്റുന്നത്. വേണ്ട രീതിയിൽ ജ്ഞാനം സ്വീകരിച്ചാൽ നമ്മളുടെ മനസ്സിൻ്റെ ഇച്ഛയും വിട്ടുപോകും. അതായത് ആത്മാവ്, മനസ്സ്, ശരീരം എന്ന് പറയുന്ന പ്രതിഭാസത്തിൽ നിന്നാണ് ജ്ഞാന ഇച്ഛ ക്രിയാശക്തികൾ ഉണ്ടാകുന്നത്. കർമ്മം ഉണ്ടാകുന്നത് ക്രിയാശക്തി ശരീരത്തിൻ്റെ ഗുണമാണ്, ശരീരത്തിൻ്റെ പ്രതിഭാസമാണ് കർമ്മം ചെയ്യുന്നതിന് കാരണം. അപ്പോൾ കർമ്മമല്ല തെറ്റുന്നത്, നമ്മുടെ ജ്ഞാനം തെറ്റിയതുകൊണ്ടാണ് കർമ്മത്തിൽ തെറ്റ് വരുന്നത്, നമ്മൾ കർമ്മത്തിൻ്റെ തെക്തത അനുഭവിക്കുന്നത്. ഇപ്പോൾ കർമ്മദോഷം എന്ന് പറയില്ലേ, എല്ലാത്തിനും കാരണം കർമ്മയാണെന്ന് ന്യൂജൻ ആളുകൾ പറയുന്നതിൻ്റെ പിന്നിൽ നമ്മളുടെ ജ്ഞാനം കറക്റ്റ് അല്ലാത്തതുകൊണ്ടാണ് കർമ്മ തെറ്റിപ്പോകുന്നത്. അപ്പോൾ കർമ്മഫലം നമ്മളിപ്പോൾ തിക്തമായിട്ട് നെഗറ്റീവായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാരണം നമ്മളുടെ ജ്ഞാനം കറക്റ്റല്ല എന്നുള്ളതാണ്. ജ്ഞാനം കറക്റ്റാകുമ്പോൾ കർമ്മത്തിന് എല്ലാത്തിനും റിസൾട്ട് ഉണ്ടാകും. നമ്മൾ യഥാർത്ഥത്തിൽ വസ്തുതയെ ഗ്രഹിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നതെല്ലാം ശരിയാവും, എല്ലാ ആഗ്രഹങ്ങളും കൃത്യമാകും, കറക്റ്റാവും. നമ്മൾ ധരിക്കേണ്ട രീതിയിൽ ആ അറിവിനെ ധരിക്കുക, ആ അറിവിനെ പ്രയോഗിക്കേണ്ടടുത്ത് പ്രയോഗിക്കുക. അപ്പോൾ ഇതെല്ലാം കറക്റ്റാവും. ഇപ്പോൾ ഈ മാറ്ററിൻ്റെ കളിയാണിത്. എങ്ങനെ എവിടെയൊക്കെ മാറ്റർ ഉപയോഗിക്കണം എന്നുള്ള ക്ഷേത്ര സംവിധാനത്തിലെ ഓരോ ചാർത്തുണ്ട്, പടിത്തരമുണ്ട് ഓരോ ക്ഷേത്രത്തിനും. ഇപ്പോൾ വിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിലെ പടിത്തരം നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അതിനെന്തെല്ലാം ചെയ്യണം, എന്തൊക്കെയാണ് ആ പടിത്തരം. ഭദ്രകാളിയുടെ ക്ഷേത്രത്തിലെ പടിത്തരം, ശിവൻ്റെ ക്ഷേത്രത്തിലെ ഓരോ ക്ഷേത്രത്തിലെ പടിത്തരം, പ്രോട്ടോണിൻ്റെയും ഇലക്ട്രോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും വൈഭവം കൊണ്ട് ഈ 6 ദ്രവ്യവിശേഷങ്ങളിലൂടെ ജനിക്കുന്ന 6 ഋതുക്കളെ ഗർഭത്തിൽ ധരിക്കുന്ന ഈ ക്ഷേത്ര സംവിധാനങ്ങളിൽ എന്തെല്ലാം ചെയ്താലാണ്, ഏതൊക്കെ കുറവുകളുള്ളവരുടെ കുറവുകൾ പരിഹരിക്കാൻ പറ്റും, പലതും പരിഹരിക്കാൻ പറ്റാത്തതുകൊണ്ട്. എങ്കിലും എങ്ങനെ ഇതിനെയെല്ലാം അതിജീവിച്ച് നല്ലൊരു ജീവിതം, നല്ലൊരു അറിവിലൂടെ നല്ലൊരു ആത്മീയ ലോകം എങ്ങനെ സാധ്യമാക്കാം. ഭാരതം ആത്മീയതയുടെ തറവാടാണ്, അറിവിൻ്റെ കൂടാണ് ഭാരതം. ആ അറിവിൻ്റെ ഏറ്റവും വലിയ സിദ്ധാന്തമാണ് നമ്മൾ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. എന്തോ ഭാഗ്യവശാൽ നമ്മളിലേക്ക് വന്നേക്കുന്ന ഈ സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ ത്രേത സിദ്ധാന്തമാണ്. ഇതാണ് ദൈവ ജൈവ ശൈവ വേദ സിദ്ധാന്തം എന്ന് പറയുന്നത്. ഈ സിദ്ധാന്തമാണ് രാമരാജ്യ രഹസ്യത്തിന് അടിസ്ഥാനം. അപ്പം അത്രയും വലിയൊരു സിദ്ധാന്തം, ഈ സിദ്ധാന്തത്തിൻ്റെ നടപ്പിലാക്കിയ ഒരു ലോകമാണിത്. രാമരാജ്യത്ത് അജ്ഞാനികളുണ്ടായിരുന്നില്ല, നാസ്തികവാദികളുണ്ടായിരുന്നില്ല, ആരെയും വെടിവെച്ച് കൊന്നതല്ല. കാരണം അറിവ് നിറയുമ്പോൾ എല്ലാവരും ഒന്നാകും. അറിവ് നമ്മളെ ഒരുമിപ്പിക്കും, അറിവ് നമ്മളെ ഒന്നാക്കും. ഈ ലോകം സ്വസ്തിയിലേക്ക് പോകും. ഭാരതത്തിൻ്റെ മുദ്ര സ്വസ്തികമാണ്, സമാധാനത്തിൻ്റെ മുദ്രയാണ്. അഷ്ടദിക്കേകമാക്കും വേദോപവേദം, അതിൻ്റെ മുദ്രയാണ് സ്വസ്തികം. ആ സ്വസ്തികത്തിലേക്ക് എത്തും. ശരിക്കും പറഞ്ഞാൽ ആത്മീയതയെക്കുറിച്ച് നമ്മൾ ഇന്നത്തെ ജനറേഷനോട് പറയുമ്പോൾ എന്തിനും ഇതിന് ശാസ്ത്രീയ വശം തേടുന്ന ഞാൻ അങ്ങനെ ഒരാളാണ്. തേടുന്ന എന്നെപ്പോലെയുള്ള ആൾക്കാർക്ക് ആത്മീയതയുടെ ആ ഒരു റിയാലിറ്റി, സ്പിരിച്വാലിറ്റിയിൽ സത്യം ഉണ്ടോ ഇല്ലേ എന്നുള്ളത് ശാസ്ത്രീയപരമായി മനസ്സിലാക്കാൻ പറ്റുന്നൊരു വേദമാണ് പ്രണവവേദം. തീർച്ചയായിട്ടും. ഇന്നലത്തെയും ഇന്നത്തെയും നാളത്തെയും അറിവിനെ ചേർത്ത് വയ്ക്കുക. അതായത് ഭാവി ഭവീഭൂതം എന്ന് പറയുന്ന പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ, ഇതിന് മൂന്നിനെയും ചേർത്ത് വയ്ക്കുകയാണ്. മതഗ്രന്ഥങ്ങളൊന്നുമല്ല വിദ്യാർത്ഥികൾ പഠിക്കേണ്ടത്, നമ്മളുടെ സയൻസിനെ കുറിച്ചിട്ടാണ്. അത് ഭക്തിമാർഗം എന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ മാർഗ്ഗമാണ്. നമുക്ക് വേണ്ടത് ബുദ്ധിമാർഗ്ഗമാണ് വേണ്ടത്. മനസ്സുകൊണ്ട് എന്ത് സാധിക്കും? ഒന്നും സാധിക്കില്ല. ബുദ്ധി ഉണ്ടെങ്കിലും മനസ്സിന് ശക്തിയുള്ളൂ, മനസ്സ് സഞ്ചരിക്കുകയുള്ളൂ. ബുദ്ധിയില്ലെങ്കിലോ മനസ്സുകൊണ്ട് ഒരു ക്രിയ നടക്കില്ല. സ്വപ്നം കണ്ടിരിക്കാമെന്ന് മാത്രമേ ഉള്ളൂ, ബുദ്ധി ഉണ്ടാവണം. അപ്പം ഭക്തിയുടെ മാർഗം ജനിക്കേണ്ടത് ബുദ്ധിയിൽ നിന്നിട്ടാണ്. ബുദ്ധിയുടെ മാർഗമാണ് നമ്മൾ വികസിപ്പിച്ചെടുക്കേണ്ടത്. ബുദ്ധിയുടെ മാർഗത്തിൽ നിന്നിട്ടാണ് വേദം പറയുന്നത്. ഭക്തിയുടെ മാർഗമല്ല, ഭക്തി മാർഗമാണ്. ലക്ഷ്യം ബുദ്ധി നമ്മൾ സാധ്യമാക്കണം, എന്നാൽ ആ ക്രിയയ്ക്ക് റിസൾട്ട് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ കർമ്മദോഷം എന്ന് പറഞ്ഞ് നടക്കും. കർമ്മയാണ് എൻ്റെ എല്ലാം തകർത്തതെന്ന് ന്യൂജന്മാർ പറയുന്ന പോലെ പറഞ്ഞുകൊണ്ട് നടക്കും. കർമ്മ കറക്റ്റാവണമെങ്കിൽ എന്ത് വേണം? നമ്മുടെ ജ്ഞാനം കറക്റ്റായാൽ മാത്രം മതി. നമ്മുടെ മക്കൾ ജ്ഞാനത്തിൻ്റെ മാർഗത്തിലേക്ക് വരണം. ആത്മീയതയും ഭൗതികതയും എന്നൊന്നും പറഞ്ഞിട്ട് തിരിക്കണ്ട.
അത് തിരിക്കുന്നത് അത് അറിഞ്ഞു കഴിഞ്ഞിട്ട് തിരിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് ഇതെല്ലാം ഒന്നാണ്. ആത്മീയവാദികൾ ആധ്യാത്മികതയിലേക്ക് പോകാതെ ഭൗതികതയിലേക്ക് ചേർന്ന് നിൽക്കണം. ഭൗതികവാദികൾ അതിഭൗതികതയിലേക്ക് പോകാതെ ആത്മീയതയോട് ചേർന്ന് നിൽക്കണം. ജൈവവാദികൾ അതിജൈവികതയിലേക്ക് പോകാതെ ഭൗതികതയോടും ആത്മീയതയോടും ചേർന്ന് നിൽക്കണം. അതല്ലാതെ ഇത് മൂന്നും ധ്രുവത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ലോകനാശം ഫലം. പ്രാർത്ഥന കൊണ്ട് ഒന്നും നേടാൻ പറ്റില്ല. മരിച്ചുപോയാൽ പ്രാർത്ഥിച്ചെന്തെങ്കിലും കിട്ടുമോ? മരിച്ചുപോയാൽ പ്രാർത്ഥിച്ചെന്തെങ്കിലും കിട്ടുമോ? അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ അച്ഛൻ എന്നെ ഭയങ്കര സ്നേഹമായിരുന്നു, എല്ലാം എനിക്ക് നേടിത്തരണ്ടേ? അല്ലെങ്കിൽ നമ്മുടെ അപ്പൂപ്പന്മാർ മരിച്ചു പോയിട്ടില്ലേ, നമുക്കറിയാവുന്നവർ എത്ര പേര് മരിച്ചു പോയിട്ടുണ്ട്, അവരോട് പ്രാർത്ഥിച്ചാൽ നമുക്ക് എന്തെങ്കിലും കിട്ടുമോ? ഒന്നും കിട്ടില്ല. മരിച്ചു പോയൊരു നല്ലവരായിരുന്നെങ്കിൽ അവരെ ധ്യാനിച്ച് അതുപോലെ ആയിത്തീരുകയാണ് വേണ്ടത്. അവരെ റോൾ മോഡലൊക്കെ എടുത്ത് അവരുടെ എന്തെല്ലാം നല്ല ഗുണങ്ങളുണ്ടോ അതെല്ലാം നമ്മളുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ അതൊരു ഗുരു സ്ഥാനത്ത് കണ്ട് അല്ലെങ്കിൽ നമ്മളുടെ ഒരു റോൾ മോഡലായിട്ട് കണ്ടിട്ട് അതുപോലെ ജീവിച്ച് നമ്മൾ ജീവിത ലക്ഷ്യത്തിലേക്ക് എത്തുകയാണ് വേണ്ടത്. യേശുവിനെ അനുഗമിക്കുകയാണ് വേണ്ടത്. കൃഷ്ണനെ അതുപോലെ തന്നെ കൃഷ്ണൻ്റെ നല്ല ഗുണങ്ങളെ, അത്രയും തിരക്കുള്ളൊരു മനുഷ്യനെ ജീവിതത്തെ നമുക്ക് കാണാൻ പറ്റില്ല. അത്രയും തിരക്കുള്ള ആ മനുഷ്യനെ, അത്രയും കർമ്മയോഗ്യമായിട്ടുള്ള ആളുടെ പാതയെ പിന്തുടരുക. ആ ഓർമ്മകൾ പോലും നമ്മളെ സടകുടഞ്ഞെഴുന്നേൽപ്പിക്കുന്നതാണ്. യേശുവിനെക്കുറിച്ചുള്ള ഓർമ്മകൾ നമ്മളിൽ ഉണ്ടാക്കേണ്ട ഉണർവെന്ന് പറയുന്നത് ചെറുതല്ല. കെട്ടിത്തൂക്കിയ കുരിശിനെ പോലും പൂജനീയമായിട്ടുള്ള രീതിയിലേക്ക് മാറ്റി അത്രയും മഹാവൈഭവമാണ് അവരുടെ എല്ലാം ജീവിതം. അതൊക്കെ നമ്മളുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യാണ് വേണ്ടത്. നമുക്ക് പറയുന്നത് ചെയ്യാൻ കഴിയണം നമ്മുടെ പിള്ളേർക്ക്. അപ്പോൾ അങ്ങനെ നമ്മൾ ആത്മീയതയിൽ വളരണം, ഉയരണം. അറിവാണ്, സയൻസാണ് ആത്മീയത. അല്ലാണ്ട് നമ്മൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എവിടെയെങ്കിലും ഇരുന്നിട്ട് ദൈവത്തെ കാണുക എന്നുള്ളതല്ല. ദൈവം എവിടെയുണ്ട്? പ്രത്യക്ഷമാണ്, മറഞ്ഞിരിക്കുന്നതല്ല ഈ പ്രപഞ്ചം. ഈ ആകാശത്തിലെല്ലാം തെളിഞ്ഞിരിക്കുകയാണൊന്നും മറഞ്ഞിരിക്കുന്നില്ല. നിഗൂഢത നമ്മുടെ മനസ്സിൻ്റെ തോന്നൽ മാത്രമാണ്. അറിവ് വരുമ്പോൾ ആ അജ്ഞതയുടെ ഖനി തന്നെ മൂടിപ്പോകും. അപ്പോൾ പ്രപഞ്ചം ശരിക്കും പറഞ്ഞാൽ ആ പ്രപഞ്ചത്തെ വിശ്വസിക്കുക. നമ്മളുടെ ശ്വാസത്തിന് കാരണമായിരിക്കുന്ന ഈ പ്രപഞ്ചത്തെ വിശ്വസിക്കുക. വിശ്വൈക സാക്ഷിയായിട്ടുള്ള ഈ സൂര്യനെയും വിശ്വസിക്കുക. അപ്പോൾ ഇതിനെ വിശ്വസിക്കാനും ഈ പ്രപഞ്ചത്തെ മനസ്സിലാക്കാനും നമ്മളുടെ പുതുതലമുറ പഠിക്കണം. അപ്പോൾ മാത്രമാണ് നമുക്ക് മനസ്സിലാവുന്നത് ദൈവം എന്താണെന്ന്. അല്ലാണ്ട് ദൈവമില്ല, എനിക്ക് ദൈവം ഒന്നും തന്നില്ല എന്നുള്ള. നമ്മളുടെ ശരീരത്തിലേക്ക് നമ്മളുടെ ശൈവ ശക്തിക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്താണോ നമ്മൾ ഇതിനകത്തേക്ക് സംസ്കരിക്കുന്നത് അതിനനുസരിച്ച് നമ്മളുടെ ശിവത്വം കൂടുകയും കുറയുകയും ചെയ്യും. നമ്മളൊരു പോയിസണാണ് കഴിക്കുന്നതെങ്കിൽ നമ്മൾ ശവമാകും, ശിവത്വം നമ്മളിൽ നിന്ന് പോകും. നമ്മൾ കുടിക്കുന്ന വെള്ളം കെമിക്കലാണെങ്കിൽ നമ്മളുടെ ആയുസ് കുറയും. നമ്മൾ ശ്വസിക്കുന്ന വായുവിലോ ഇതുപോലെ തന്നെയാണ്. നമ്മൾ നല്ല ദ്രവ്യവിശേഷങ്ങളിലൂടെ നല്ല ആരോഗ്യമുള്ളവരായിട്ട് 120 വയസ്സ് വരെ സൂര്യൻ ഭൂമിയെ ചുറ്റുന്ന 120 പ്രാവശ്യം ഭ്രമണം ചെയ്യുന്നവരെ ആരോഗ്യമുള്ളവരായിട്ടിരിക്കുന്ന ബീജാത്മാവിൻ്റെ ഗ്യാരണ്ടിയാണ് മനുഷ്യൻ്റെ ആയുസ്സിൻ്റെ ബലം. അപ്പം അതുവരെ പൂർണ്ണ ആരോഗ്യത്തോടു കൂടിയിട്ട് ജീവിക്കാനായിട്ട് നമുക്ക് പറ്റും. അപ്പോൾ അതിനുള്ള ശാസ്ത്രീയ വിഷയങ്ങളാണ് ഭാരതത്തിൻ്റെ വേദശാസ്ത്രം. നമ്മുടെ പൂർവികർ അവരത്രയും ശ്രേഷ്ഠരായിട്ടുള്ള ആളുകളാണ്. സപ്തഭൂഖണ്ഡത്തിലെയും ആചാര്യവൃന്ദമാണ് നമുക്കുണ്ടായിരുന്നത്. പ്രിയവ്രതൻ എന്ന് പറയുന്ന ഒരു മുനി ശ്രേഷ്ഠൻ്റെ മക്കളാണ് ഈ സപ്തഭൂഖണ്ഡങ്ങളിലുമുള്ളത്. അപ്പോൾ ആ തലത്തിലേക്കൊക്കെ വരാം. അപ്പോൾ അത്രയും ശ്രേഷ്ഠരായിട്ടുള്ള ജ്ഞാനികളായിട്ടുള്ള ഋഷീശ്വരന്മാരുടെ മഹത്തായിട്ടുള്ള കണ്ടെത്തലുകൾ ചേർത്ത് വെച്ചിരിക്കുന്ന ബ്രഹ്മാണ്ടത്തെക്കാൾ വലിപ്പമുള്ള ഗ്രന്ഥലോകമുള്ള ഈ ഭാരതത്തിൻ്റെ കുഞ്ഞു കുഞ്ഞു അറിവുകൾ. ഇപ്പം ഞാനീ പറയുന്നതും എല്ലാം ഒരു കൊത്തുപോലും എൻ്റേതില്ല. കൊത്തിട്ടാൽ നമ്മളിവിടെ നിന്ന് പോകും, കോമയിട്ടാൽ നമ്മൾ കോമയാകും. ഇതൊന്നും എൻ്റേതല്ല, ഇതൊന്നും ആരുടേതുമല്ല. അവർക്ക് ഇതെങ്ങനെ കണ്ടെത്തി? ജീവിതാനുഭവം കൊണ്ട്. അതാണ് തപസ് എന്നൊക്കെ പറയുന്നത്. എന്നുവെച്ചാൽ ലക്ഷക്കണക്കിന് വർഷങ്ങളായിട്ട് മനുഷ്യൻ സമ്പാദിച്ചു കൂട്ടിയ അറിവിൻ്റെ അളവുകോൽ എവിടെ ഇരിക്കുന്നു എന്ന് ചോദിച്ചാൽ അതിരിക്കുന്ന ഒരു സ്ഥലമേ ഉള്ളൂ, അത് ഭാരതത്തിലാണ്. അത്രയും വലുതാണ്. ഹിമാലയത്തെക്കാൾ വലിപ്പമുണ്ട് ഇവിടുത്തെ ഗ്രന്ഥലോകത്തിന് ഇപ്പോഴും. ഇതിനൊന്നും തീട്ട് ചൂടാനോ അല്ലെങ്കിൽ കുടിച്ചു കൂടാനോ അറബിക്കടലിലേക്ക് വലിച്ചെറിയാനോ ഒന്നും പറ്റില്ല. അതിന് ഒരക്ഷരം മതി ഇതിനെയൊക്കെ വീണ്ടെടുക്കാൻ. മനസ്സിലായോ? അല്ല, നമ്മൾ ഇന്നത് മനസ്സിലാക്കുന്നത് ഇതുപോലുള്ള പല വേദങ്ങളിലൂടെയും
ഒക്കെ ആണല്ലോ. വേദം എന്ന് പറഞ്ഞാൽ അറിവെന്ന് തന്നെയാണ് അർത്ഥം. നമ്മളിപ്പോൾ വേദം എന്ന് പറഞ്ഞ് പഠിക്കുന്നത് മുഴുവൻ മറ്റുള്ളവരുടെ വ്യാഖ്യാനങ്ങളാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ യഥാർത്ഥ അർത്ഥതലങ്ങളിലേക്ക് നമ്മൾ അതിനെ ചെന്ന് കണ്ട് നമ്മൾ ആ അർത്ഥത്തെ മനസ്സിലാക്കിയാൽ, അതായത് ഡിക്ഷണറിയെ പൂജിക്കാൻ എന്ന് നമ്മുടെ മക്കൾ തുടങ്ങുന്നോ അന്ന് ഇവിടുത്തെ അന്ധവിശ്വാസം തീരും. പദങ്ങളെയും പദാർത്ഥങ്ങളെയും പദാർത്ഥങ്ങളുടെ അർത്ഥത്തെ വിന്യസിച്ചിരിക്കുന്ന ആ പദങ്ങളുടെ അർത്ഥത്തെയും നമ്മൾ എപ്പോൾ മക്കൾ പഠിക്കുന്നോ, ആ ഡിക്ഷണറി രൂപപ്പെട്ട കാലത്തിലേക്ക് എപ്പോൾ മനുഷ്യൻ തിരിച്ചെത്തുന്നോ അന്ന് നമ്മൾ അറിവുള്ളവരായിട്ട് ഒരുമിച്ച് കെട്ടിപ്പിടിച്ച് ജീവിക്കും. അല്ലെങ്കിൽ പരസ്പരം ജാതിക്കും മതത്തിനും ദൈവത്തിൻ്റെ പേരും പറഞ്ഞും രാഷ്ട്രത്തിൻ്റെ പേരും പറഞ്ഞ് തമ്മിത്തല്ലിയും നമ്മൾ മരിക്കും. ഏത് പദത്തിൻ്റെ അർത്ഥം ഏത് ഡിക്ഷണറിയിലും നോക്കിക്കോ. 6500 ഭാഷയുണ്ട് ഭൂമിയിൽ. ആ 6500 ഭാഷയ്ക്കും അനുയോജ്യമായിട്ടുള്ള പദസമ്പത്തുകളുള്ള ഭാഷയാണ്. അപ്പോൾ അത്രയും ശ്രേഷ്ഠമായിട്ടുള്ള ആളുകൾ ജീവിച്ചിരുന്ന ഒരു നാടാണ്. ഇന്നൊരു ഭാഷ ഉണ്ടാക്കാൻ പറ്റുമോ നമുക്ക്? ഉണ്ടാക്കാൻ പറ്റുമോ? അത്രയും ജ്ഞാനികളായിട്ടുള്ള ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു. അതായത് ഈ പ്രപഞ്ച രഹസ്യം പോലും ഇപ്പം നമ്മൾ ഇപ്പം ഗുരുജിയാണെങ്കിലും പ്രണവവേദം പഠിച്ച് ന്യൂ ജനറേഷന് വേണ്ടി അതിൻ്റെ ശാസ്ത്രീയ വശം ഒന്നുകൂടെ വിശകലനം ചെയ്ത് പറഞ്ഞു കൊടുക്കുന്ന ഒരാളാണ്. അപ്പോൾ അന്നുള്ളവർ ഇതെങ്ങനെ മനസ്സിലാക്കി എന്ന ആ ഒരു മെത്തേഡ് എന്താണെന്നുള്ളതാണ് ഞാൻ ചോദിച്ചത്. അതാണ് നമ്മൾ ഗുരുക്കന്മാരെ നമസ്കരിക്കണമെന്ന് പറയുന്നത്. അല്ലാതെ നമ്മളെ ഗുരുക്കന്മാർ ആ ഒരു നോളജ് അവർക്ക് എവിടെ നിന്ന് കിട്ടി? നമ്മൾ ഇന്ന് പഠിക്കുന്നത് അവരെഴുതി വെച്ച്. ഇപ്പോഴും കണ്ടെത്തലുകളുടെ ലോകം വളരെ ശക്തിപ്പെട്ട് തന്നെ മുന്നോട്ട് പോകുന്നത്. ഇന്നും ശാസ്ത്രലോകം വളരെ ഫാസ്റ്റാണ്, പണ്ടത്തേക്കാൾ ഫാസ്റ്റാണ്. പക്ഷെ നമുക്കിന്നത് കേൾക്കാനോ ഈ രാഷ്ട്രത്തിൻ്റെയോ ഏതൊരു രാഷ്ട്രത്തിൻ്റെയോ നേട്ടങ്ങളെ മനസ്സിലാക്കാനോ നമുക്ക് കഴിയുന്നില്ല. നമ്മളുടെ പുതിയ തലമുറകളിലെ കുഞ്ഞു മക്കളും ഒരുപാട് കണ്ടെത്തലുകൾ നടത്തുന്നുണ്ട്. ഇതൊന്നും അറിയാനോ പറയാനോ ഇതിനെയൊന്നും ആസ്വദിക്കാനോ ഇതിനൊന്നും ചെവി കൊടുക്കാനോ കണ്ണു കൊടുക്കാനോ കാത് കൊടുക്കാനോ ഇത് പരസ്പരം പറയുവാനോ നമുക്ക് നേരമില്ല. നമുക്ക് എന്താണ് പറയാൻ നേരമുള്ളതെന്ന് ചോദിച്ചാൽ കുറേ അന്ധവിശ്വാസങ്ങളാണ്, അഭിപ്രായങ്ങളാണ്. അഭിപ്രായങ്ങൾക്കാണ് സ്വാതന്ത്ര്യം ഇവിടെ വേണ്ടത്. ശാസ്ത്രം വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ ഇതെല്ലാം മറച്ചു വയ്ക്കപ്പെടുകയാണ്. ദൈവത്തെ കണ്ടെത്താൻ ഇവിടുത്തെ ശാസ്ത്രലോകത്തിന് പറ്റാത്തത് കൊണ്ടല്ല, ശാസ്ത്രലോകം മതത്തിന് മുന്നിൽ ഈ സർവ്വതും അടിയറ വെച്ച് നിൽക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. മനസ്സിലായോ? ശാസ്ത്രലോകത്തിന് ഇന്നും കഴിവുണ്ട്. ഇതെല്ലാം കണ്ടെത്താനുള്ള കഴിവ് അത്രയും വലിയ ശാസ്ത്രലോകം ഇന്നുമുണ്ട്. പക്ഷേ ഇതെല്ലാം മറച്ചു പിടിക്കുകയാണ് ശാസ്ത്രത്തിൻ്റെ ഇന്നത്തെ നേട്ടത്തെയും. ഈ പരിണാമത്തിൻ്റെ പ്രതിഭാസവും ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നലെ വരെ നിന്ന് പോയതല്ല ഇത്. ഇപ്പോഴും പരിണാമം സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഈ പരിണാമം സംഭവിക്കുന്നത് പരമസത്യമായിരിക്കുന്ന ജലത്തിലാകുന്നു, അത് സൗരനാലാകുന്നു. അതിനെ നമുക്ക് തിരിച്ചറിയാനോ അതിന് പഠിക്കാനോ വേണ്ട രീതിയിൽ മനസ്സിലാക്കാനോ നമ്മളുടെ അധ്യാപകന്മാർക്കോ നമ്മളുടെ ഈ സിലബസുകൾക്കോ കഴിയാത്തതിൻ്റെ പിന്നിൽ നമ്മളുടെ കുറേ അഭിപ്രായങ്ങൾക്കാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്, അറിവിനല്ല. അപ്പം നിങ്ങൾ പുതിയ തലമുറ വളരെ ഭാഗ്യവാന്മാരാണ്. ശരിക്കും പറഞ്ഞാൽ വിശാലമാണ് നിങ്ങളുടെ ലോകം. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ടെക്നോളജി, ഏറ്റവും കൂടുതൽ അറിവിൻ്റെ ലോകം തുറന്നു വെച്ചിരിക്കുന്നത് എത്രയോ മാധ്യമങ്ങൾ, എത്രയോ മാധ്യമ സിംഹങ്ങൾ, എത്രയോ പണ്ഡിത ശ്രേഷ്ഠന്മാർ, എത്രയോ സയൻറ്റിസ്റ്റുകൾ എല്ലാം തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അല്ലാതെ എല്ലാവരും അന്ധവിശ്വാസികളല്ല. അത്രയും ശാസ്ത്രത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ഗെയിം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് നിങ്ങളെപ്പോലെയുള്ളവർ ജനിച്ചിരിക്കുന്നത്. ഇത് പുതിയ തലമുറയ്ക്ക് ഉത്സവത്തിൻ്റെ കാലമാണ്. പുതിയ കണ്ടെത്തലുകളിലൂടെ ഈ ലോകത്ത് സമാധാനത്തെ കൊണ്ടുവരുവാനായിട്ട് ശാസ്ത്രത്തിൻ്റെ കരുത്തുള്ള ഒരു തലമുറയെ വാർത്തെടുക്കാനായിട്ട് നിങ്ങളെപ്പോലെയുള്ളവർ ആത്മീയതയും ഭൗതികതയും ഈ അറിവും ഇതെല്ലാം എന്താണെന്ന്, തിയോളജി എന്താണെന്നൊക്കെ നമ്മൾ മറ്റുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അന്ധവിശ്വാസത്തിൻ്റെ ലോകത്തുനിന്ന് ഈ നമ്മുടെ ഈ പൂർവ്വ തലമുറയെ നമ്മൾ തിരുത്തണം, മക്കൾ തിരുത്തണം.